അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ആ പിയാനോ വായിക്കുന്നവൾ അവളുടെ പാസ്റ്റ് റിവീൽ ചെയ്യുന്ന സീനിലാണ്. അവളാണ് ആ സെക്യൂരിറ്റി സിസ്റ്റം ഡിസൈൻ ചെയ്തതെന്ന് കേൾക്കുമ്പോൾ തന്നെ ജിബ്രാങ്കി ടീം ഒന്ന് ഞെട്ടുന്നു. ചായങ്ങാണെങ്കിൽ ആകെ ഒരു കൺഫ്യൂഷനിലാണ്. ഇപ്പൊ എല്ലാ ഗുങ്ക പ്ലാസയിലെ താമസക്കാർക്കും ഓരോരോ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളുണ്ട്. എന്തായിരുന്നു നിന്റെ ശരിക്കിനുള്ള ജോലി എന്ന് ചായൻ ചോദിച്ചു. ഞാനൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണെന്ന് പിയാനോ വായിക്കുന്നവൾ പറഞ്ഞു. വിൻസെൻസോന് ഇപ്പോഴും ഒരു വിശ്വാസം വരാത്ത പോലെയാണ് വിൻസെൻസോ ചോദിച്ചത്. ആ കൂട്ടത്തിലുള്ള എല്ലാവരെയും കൊന്നുകളഞ്ഞല്ലോ, നീ എങ്ങനെയാ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് അവൻ സംശയത്തോടുകൂടി ചോദിച്ചു. ഞാൻ പ്രൈവറ്റായിട്ട് ഒരു റൂമിലിരുന്നായിരുന്നു വർക്ക് ചെയ്തത്, അതുകൊണ്ട് എന്റെ ഐഡന്റിറ്റി ആർക്കും അങ്ങനെ മനസ്സിലായില്ലെന്ന് പിയാനോ വായിക്കുന്നവൾ പറഞ്ഞു. ഇനി അഥവാ ആ ഗുണ്ട ഗ്യാങ് എങ്ങാനും അറ്റാക്ക് ചെയ്യാൻ വന്നാലോ എന്ന് വിചാരിച്ച് എല്ലാം പാക്ക് ചെയ്ത് രക്ഷപ്പെട്ടു എന്നവൾ കൂട്ടിച്ചേർത്തു. പക്ഷെ നിനക്കെങ്ങനെയാണ് ആ ഗോൾഡിന്റെ ലൊക്കേഷൻ മനസ്സിലായതെന്ന് വിൻസെൻസോ ചോദിച്ചു. ആ സെക്യൂരിറ്റി സിസ്റ്റം ഞാനല്ലേ ഉണ്ടാക്കിയത്, അപ്പോൾ എനിക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് അവൾ ചോദിച്ചു. പക്ഷെ സത്യാവസ്ഥ നമുക്കറിയാലോ. ചോയും വിൻസെൻസോയും സംസാരിക്കുന്നത് ഇവള് ഒളിഞ്ഞിരുന്ന് കേട്ടിട്ടല്ലേ ലൊക്കേഷൻ കണ്ടുപിടിച്ചത്. അതൊക്കെ പോട്ടെ, ഇപ്പൊ നീ എന്തിനാ ഞങ്ങളോട് ഈ കാര്യം പറയുന്നതെന്ന് വിൻസെൻസോ ചോദിച്ചു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആ ഗോൾഡ് പുറത്തെടുക്കാം. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ആ ചൈനീസ് സമ്പന്നൻ മരിച്ചുപോയി, അതുകൊണ്ട് ഇനി നേരായ വഴിയിലൂടെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ബൈബിൾ ഈ ബിൽഡിംഗ് എങ്ങാനും ഏറ്റെടുത്താൽ എല്ലാം തീർന്നു. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ അപ്പോൾ ഈ ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അതിനേക്കാൾ നല്ലത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ എന്നവൾ ചോദിച്ചു. ചായങ് പിന്നെ ടീമിലോട്ട് ആര് വന്നാലും അപ്പോൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണല്ലോ, അതുകൊണ്ട് ഇവളെയും ആക്സെപ്റ്റ് ചെയ്യാം എന്നവൾ പറഞ്ഞു. എനിക്കിതാകെ 1 മിനിറ്റത്തെ കാര്യമുള്ളൂ എന്നാ പിയാനോ വായിക്കുന്നവൾ പറഞ്ഞു. അതെ, 1 മിനിറ്റ് കൊണ്ട് ആ സാധനം ഓപ്പൺ ആക്കാൻ പറ്റുമെങ്കിലും ആ സ്വർണം പുറത്തെടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും എന്ന് വിൻസെൻസോ പറഞ്ഞു. ഓ, അത്രയ്ക്ക് സ്വർണ്ണമുണ്ടോ എന്നാ പിയാനോ വായിക്കുന്നവൾ ചോദിച്ചു. ഉണ്ട്, അതുകൊണ്ട് കുറച്ചു നാളും കൂടെ ഇതൊന്ന് സീക്രട്ടായിട്ട് വെക്കണമെന്ന് വിൻസെൻസോ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനിത് ആരോടും പറയാണ്ട് വയ്ക്കുകയല്ലേ, അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പിയാനോ വായിക്കുന്നവൾ പറഞ്ഞു. ചായങ്ങിനിപ്പോ ആ പിയാനോ വായിക്കുന്നവളോട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ എല്ലാവർക്കും ആശ്വാസമായി, എല്ലാ ടെൻഷനും പോയല്ലോ. വിൻസെൻസോനെ രാത്രി കാണാനായിട്ട് ആ സ്നാക്സ് ബാറിലെ അമ്മയും ഡ്രൈ ക്ലീനറും എത്തിയിട്ടുണ്ട്. വിൻസെൻസോന് ഇഷ്ടപ്പെട്ട സ്നാക്സുമായിട്ടാണ് സ്നാക്സ് ബാറിലെ അമ്മ വന്നത്. ഡ്രൈ ക്ലീനർ ആണെങ്കിലോ അവൻ സ്വന്തമായി തയ്ച്ച ഒരു ഷർട്ടും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് വിൻസെൻസോ പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തോ മോശമായിട്ട് തോന്നുന്നു, ഇത്രയും നാളും ഫ്രീ ആയിട്ട് നിങ്ങളുടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തില്ലേ എന്ന് സ്നാക്സ് ബാറിലെ അമ്മ പറഞ്ഞു. പിന്നെ ഗുങ്കയിലെ താമസക്കാരെയെല്ലാം റെപ്രസെന്റ് ചെയ്ത് ഒരു സാധനം കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഡ്രൈ ക്ലീനർ ഒരു എൻവലപ്പ് എടുക്കുന്നു. അതൊരു മെമ്മറാണ്ടം ആയിരുന്നു. വിൻസെൻസോനെ ഞങ്ങളെല്ലാവരും ഇനി മുതൽ വിശ്വസിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറാണ്ടം. അതിലെല്ലാ താമസക്കാരും അവരുടെ സീല് വെച്ചിട്ടുണ്ട്. ഈ വൃത്തികെട്ട ചീത്ത മാഫിയനോട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് വിൻസെൻസോ പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ, ശരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ആത്മാർത്ഥത ഉപയോഗിച്ചാണ് ഇത് എഴുതിയതെന്ന് ഡ്രൈ ക്ലീനർ പറയുന്നു. ഗോൾഡ് എന്ന് കേട്ടപ്പോൾ ഒരു നിമിഷത്തേക്ക് ഞങ്ങൾ തന്നെ അല്ലാണ്ടായി. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ പുറത്താക്കാൻ പറ്റുമെന്ന്, എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ സംരക്ഷിച്ചു എന്ന് ആ സ്നാക്സ് ബാറിലെ അമ്മ പറഞ്ഞു. ഞങ്ങൾക്ക് പണവുമില്ല, അധികാരവുമില്ല, എന്നിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ജീവിച്ചു നിങ്ങൾ കാരണം. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആ ബൈബിളിന് ഒരു പാഠവും പഠിപ്പിക്കാനായിട്ട് നിങ്ങളല്ലേ സഹായിച്ചത് എന്ന് ഡ്രൈ ക്ലീനർ പറഞ്ഞു. ഞങ്ങളിനി തെറ്റായ പ്രതീക്ഷകളുടെ പുറകെ പോകില്ല, വീണ്ടും പഴയതുപോലെ പ്ലാസ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് സ്നാക്സ് ബാറിലെ അമ്മ പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ വിൻസെൻസോന് എന്തോ മനസ്സലിവ് തോന്നിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്നേക്കാം എന്നവൻ പറയുന്നു. അപ്പോൾ അവർ വിൻസെൻസോനോട് നന്ദി പറയുന്നു. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, അത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് വേണം ചെയ്യാൻ. അത് ഞാൻ നാളെ രാവിലെ പറയാമെന്ന് വിൻസെൻസോ പറയുന്നു. എന്നാൽ അങ്ങനെയാവട്ടെ, ഇപ്പോൾ റെസ്റ്റ് എടുത്തോളൂ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ പോകുന്നു. ഷെഫിന്റെ ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇവരുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസ്. അപ്പോൾ അവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ഇവൻ ആ സിഇഒ പാർക്കും ഗ്യാങ്ങും വരെ. ഇത്തവണ നമ്മൾ ബൈബിളിനെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കാൻ പോവുകയാണെന്ന് ചായങ് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആർപ്പ് വിളിക്കുന്നു. അതുമാത്രമല്ല, ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പില് ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണമെന്ന് വിൻസെൻസോ പറഞ്ഞു. അതും എല്ലാവരും സമ്മതിക്കുന്നു. വിൻസെൻസോയും ചായങ്ങും കൂടെ റഗുസാങ് ആർട്ട് ഗാലറിയിലോട്ട് പോയേക്കുകയാണ്. എന്നിട്ട് ആർട്ട് ഗാലറി മൊത്തം ഒന്ന് ചുറ്റി നടന്ന് കാണുന്നു. അപ്പോൾ അവൻ ഈ ആർട്ട് ഗാലറി യൂസ് ചെയ്താണല്ലേ കള്ളപ്പണം വെളുപ്പിക്കുന്നതെന്ന് ചായങ് ചോദിച്ചു. ഇതൊരു കോമൺ മെത്തേഡാണെന്ന് വിൻസെൻസോ പറഞ്ഞു. അപ്പോൾ അവർ ഡയറക്ടറിന്റെ ഓഫീസിലേക്ക് നോക്കുമ്പോൾ അതിനു മുന്നിൽ സെക്യൂരിറ്റീസ് നിൽക്കുന്നത് കാണുന്നു.
പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഫിംഗർ പ്രിൻറ്റും വേണമല്ലോ. അപ്പോൾ ബലപ്രയോഗത്തിലൂടെ നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ നാച്ചുറലായിട്ട് എങ്ങനെയെങ്കിലും കയറുന്ന ഒരു വഴി കണ്ടെത്തണമെന്ന് വിൻസെൻസോ പറഞ്ഞു. എന്താ നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റുക എന്നും പറഞ്ഞുകൊണ്ട് ചായം ചുറ്റും നോക്കുമ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്നു. എന്നിട്ട് അവൾ വിൻസെൻസോനും അത് കാണിച്ചു കൊടുക്കുന്നു. അത് പ്രൈവറ്റ് പാർട്ടീസൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ആർട്ട് ഗാലറി റെന്റിന് കൊടുക്കുന്നതിനുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ഇത് തന്നെയാണ് നമ്മുടെ വഴി എന്നും പറഞ്ഞുകൊണ്ട് വിൻസെൻസോയും ചായങ്ങും ജിപ്പുറാങ്കിയിലേക്ക് പോകുന്നു. ഗുമസ്തൻ ആർട്ട് ഗാലറി ബുക്ക് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കുമ്പോൾ എന്താ അടുത്ത 2 മാസത്തേക്ക് ആ ആർട്ട് ഗാലറി ഫുള്ളായിട്ട് ബുക്ക്ഡ് ആണ്. ഇത് ഫുള്ളായിട്ട് ബുക്ക് ആവുകയും ചെയ്തു. പിന്നെ റെന്റിന് നല്ല ചെലവ് വരുമെന്ന് ചായങ് വിൻസെൻസോനോട് പറഞ്ഞു. എങ്കിൽ നമുക്കൊരു മറ്റൊരു വഴി നോക്കാമെന്ന് വിൻസെൻസോ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവോ എന്ന് കണ്ടെത്താനായിട്ട് അവർ അവരുടെ ഹാക്കറായ പിയാനോ വായിക്കുന്നവളെ വിളിച്ചു വരുത്തുന്നു. അവൾ ഹാക്ക് ചെയ്ത് അത് റെന്റിനെടുത്ത ആൾക്കാരെ മുഴുവൻ ലിസ്റ്റും കാണിച്ചു കൊടുക്കുന്നു. അതിൽ 2 പേരെ കണ്ടപ്പോൾ ഇവർ കപ്പിളായിരിക്കും അല്ലെന്ന് ഗുമസ്തൻ പറഞ്ഞു. എന്നിട്ട് ചായങ്ങിനോടും വിൻസെൻസോനോടും കപ്പിളായിട്ട് അവിടെ ചെല്ലാൻ പറയുന്നു. ചായങ് നാണം കൊണ്ടിട്ട് ഒന്ന് മടിച്ചു നിന്നു. ഈ സമയത്ത് ഇതാണ് തൻ്റെ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് പിയാനോ വായിക്കുന്നവൾ ഞാനെന്നാൽ എന്ന് പറയുമ്പോഴേക്കും ചായങ് തന്നെ അത് ചെയ്തോളാമെന്നും പറഞ്ഞുകൊണ്ട് ചായങ് അത് സമ്മതിക്കുന്നു. നിനക്കിതുപോലെ ആ ഡയറക്ടറിന്റെ സിസ്റ്റം ഒന്ന് ഹാക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് വിൻസെൻസോ ചോദിച്ചു. അതിലൊരു സീനുണ്ട്. ആ ഡയറക്ടർ യൂസ് ചെയ്യുന്നത് ബേബിളിന്റെ പ്രൈവറ്റായ ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ നമുക്ക് ദൂരെ ഇരുന്നുകൊണ്ട് അതൊന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ട് ആ കമ്പ്യൂട്ടർ നമ്മളൊരു ട്രാൻസ്മിറ്റർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പിയാനോ വായിക്കുന്നവൾ പറഞ്ഞു. എന്നാൽ ആ കപ്പിളിനെ മാറ്റിയിട്ട് ഞങ്ങളെ ഇൻസേർട്ട് ചെയ്യാവോ എന്ന് വിൻസെൻസോ ചോദിച്ചു. അതൊക്കെ എനിക്ക് 1 സെക്കൻഡിന്റെ സമയത്തിന്റെ കാര്യമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജോർജിന്റെയും ജെസിക്കയുടെയും ഫോട്ടോ മാറ്റിയിട്ട് അവിടെ വിൻസെൻസോന്റെയും ചായങ്ങിന്റെയും ഫോട്ടോ ഇടുന്നു. അത് കണ്ടിട്ട് എല്ലാവരും അവളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ആ നത്തിങ് എന്ന് പറഞ്ഞ പെയിന്റിങ്ങിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിൻസെൻസോ ആനെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവനത് കൃത്യമായിട്ട് ചെയ്തു. അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് വിൻസെൻസോയും ചായങ്ങും ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. എന്നിട്ട് അവൻ കണ്ടെത്തിയ രേഖകളെല്ലാം വിൻസെൻസോന് കൈമാറുന്നു. അത് ജാക്സൺ മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ആർട്ടിസ്റ്റ് വരച്ച പെയിന്റിംഗ് ആണ്. അത് മിലാനിലെ ഗാലറിയിൽ വെക്കേണ്ടതായിരുന്നു. പക്ഷെ അത് റഗുസാങ്ങിന് വിറ്റു. ആ ഒരു പെയിന്റിങ്ങിന് 10 ബില്യൺ വൺ വില വരും. പക്ഷെ അത് ഡയറക്ടറിന്റെ ഓഫീസിൽ തന്നെ വച്ചേക്കുകയാണ്. ഇതുവരെ എക്സിബിറ്റ് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചായൻ ചോദിച്ചു. അതൊരു റെയർ പീസാണ്. മിലാനിലെ ഓണർ പോലും അത് ഒളിപ്പിച്ചായിരുന്നു വെച്ചത്. എന്നാൽ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ എന്ന് വിൻസെൻസോ പറഞ്ഞു. വിൻസെൻസോയും ചായങ്ങും ഗുങ്കയിൽ നിന്നിറങ്ങുമ്പോൾ എന്റെ പാർട്ട്ണർ ഒരിക്കലും ഇങ്ങനെയല്ല ഡ്രസ് ചെയ്യേണ്ടതെന്ന് വിൻസെൻസോ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ പാർട്ട്ണർ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രസ് ചെയ്തതെന്ന് ചായങ് പറഞ്ഞു. എന്തായാലും അഭിനയിക്കാൻ പോവുകയാണ്, എന്നാ പിന്നെ നല്ല രീതിയിലൊന്ന് അഭിനയിച്ചൂടെ എന്ന് വിൻസെൻസോ ചോദിച്ചു. ഇനി ഡ്രസ്സൊക്കെ മാറി വന്നത് വലിയ ചടങ്ങാണെന്ന് ചായങ് പറയുമ്പോൾ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിൻസെൻസോ ചായങ്ങിനെ ഡ്രസ്സ് എടുക്കുന്ന ഒരു ഷോപ്പിംഗ് മാളിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് ചായങ്ങിന് അവനൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ചായങ് അത് ഇട്ടുകൊണ്ട് വരുമ്പോൾ വിൻസെൻസോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് ആക്സസറീസ് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ പോകുന്നു. അപ്പോൾ അവിടുത്തെ സെയിൽസ് ഗേൾ നിങ്ങൾ ഓർഡർ ചെയ്ത മാലയും ഇയറിംഗ്സും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് കാണിക്കുന്നു. ഇതൊക്കെ എപ്പോൾ ഓർഡർ ചെയ്തു വെച്ചു എന്ന് ചായങ് ചോദിച്ചു. എന്നിട്ട് വിൻസെൻസോ അവൾക്ക് ആ മാല ഇട്ടു കൊടുക്കുന്നു. അവൾക്കത് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് വിൻസെൻസോ പറഞ്ഞു. കുറച്ചു നേരത്തെ കാര്യത്തിന് ഇത്രയൊക്കെ വേണോ എന്ന് ചായങ് ചോദിച്ചു. ഇതതിന് ഞാൻ നിനക്ക് ഫ്രീ ആയിട്ടൊന്നും തരുന്നതല്ല, ഇതതിന്റെ ശരിയായ ഓണർക്ക് ഞാൻ കൊടുക്കുന്നതാണെന്ന് വിൻസെൻസോ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ചായങ്ങിന് നാണം വരുന്നു. റിയൽ ആയിട്ടുള്ള ജോർജിനെയും ജെസിക്കനെയും പിക്ക് ചെയ്യാനായിട്ട് ഗുമസ്തനാണ് പോയേക്കുന്നത്. അവൻ അവരെ കിഡ്നാപ്പ് ചെയ്തിട്ട് നേരെ ഗുങ്ക പ്ലാസയിലേക്ക് കൊണ്ടുവരുന്നു. ഗുങ്ക പ്ലാസ അവർ കാണുമ്പോൾ ഇതല്ല ഞങ്ങൾ പോകേണ്ട സ്ഥലം, ഒരു ആർട്ട് ഗാലറിയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ബഹളം ഉണ്ടാക്കുന്നു. അപ്പോഴേക്കും ഷെഫും ഡ്രൈ ക്ലീനറും വന്ന് അവരെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. റഗുസാൻ ഗാലറിയിൽ ഇന്ന് 6 മണി മുതൽ ഗാലറി അടച്ചിടും എന്നുള്ള അനൗൺസ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ സ്നാക്സ് ബാറിലെ അമ്മയും പിന്നെ ലീച്ചോടിന്റെ ഭാര്യയും വേഷം മാറി എത്തിയേക്കുന്നത് കാണാം. ജോർജിനെയും ജെസിക്കയും വെയിറ്റ് ചെയ്തുകൊണ്ട് ഡയറക്ടർ ആർട്ട് ഗാലറിയുടെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ വിൻസെൻസോയും ചായങ്ങും ഇറങ്ങി വരുന്നു. എന്നിട്ട് അവരോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. നിങ്ങളിൽ ഒരാൾ നന്നായിട്ട് കൊറിയൻ പറയുമെന്ന് ഞങ്ങളുടെ റെക്കോർഡിൽ കണ്ടല്ലോ, അത് ആരാണെന്ന് ഡയറക്ടർ ചോദിക്കുന്നു. ചായങ് ഉടനെ അവളാണെന്ന് പറയാൻ പോകുമ്പോഴേക്കും വിൻസെൻസോ പെട്ടെന്ന് അത് ഞാനാണ്, അവൾക്ക് ചെറുതായിട്ടേ അറിയുള്ളൂ എന്ന് പറയുന്നു. പിന്നെ വിൻസെൻസോ ആ ഡയറക്ടറിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചായങ്ങിന്റെ കവിളിൽ പിടിച്ച് ഡാർലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ആ ഡയറക്ടർ ഇവർ കപ്പിൾ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു. ജോർജും ജെസിക്കയും ഇപ്പോൾ ഗുങ്ക പ്ലാസയിലെ ഫേക്ക് ആർട്ട് ഗാലറിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഡാൻസ് മാസ്റ്ററിന്റെ ഡാൻസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഡാൻസ് കണ്ടിട്ട് ഇവർ ശരിക്കും ഇംപ്രസ് ആകുന്നു. അപ്പോൾ നമ്മുടെ ഷെഫ് വന്നിട്ട് ഇവർക്ക് പാസ്തയും വൈനും കൊടുക്കുന്നു. ഇനി 3 മണിക്കൂർ ഈ ഗാലറി നിങ്ങളുടെ തന്നെയായിരിക്കും.
നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത് ഞാനുണ്ടാകും. നമുക്ക് ആദ്യം തന്നെ ഫുഡ് കഴിച്ചാലോ എന്ന് ഡയറക്ടർ പറഞ്ഞു. വേണ്ട, ആദ്യം ഞങ്ങൾക്ക് ഈ ആർട്ടൊക്കെ ഒന്ന് കാണണമെന്ന് വിൻസെൻസോ പറഞ്ഞു. ചായം കാണാതെ വിൻസെൻസോനെ നോക്കിക്കൊണ്ട് ആ ഡയറക്ടർ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. വിൻസെൻസോയ്ക്കാണെങ്കിൽ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ആ ഡയറക്ടർ വിൻസെൻസോനെയും ചായങ്ങിനെയും കൊണ്ടുപോയി ഒരു ലവിന്റെ പെയിന്റിങ്ങിന്റെ മുന്നിൽ നിർത്തുന്നു. അവരത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ബാക്കിൽ നിന്ന് വയലിനൊക്കെ വായിച്ചുകൊണ്ട് ആൾക്കാർ വരുന്നു. വിൻസെൻസോയും ചായങ്ങും എന്താ സംഭവം എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ റിയൽ ആയിട്ടുള്ള ജോർജ് ജെസിക്കേനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് പുള്ളി പോയത് എന്ന് മനസ്സിലാകുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇന്നാ നിങ്ങളുടെ റിങ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഡയറക്ടർ വിൻസെൻസോന് റിങ് കൊടുക്കുന്നു. വിൻസെൻസോ മടിച്ചു നിൽക്കുമ്പോൾ ആ ഡയറക്ടർ ഒത്തിരി നിർബന്ധിക്കുന്നു. വേറെ വഴിയില്ലാതെ അവന് ചായങ്ങിന് റിങ് ഇട്ട് കൊടുക്കേണ്ടി വരുന്നു. എന്നിട്ട് വിൽ യു മാരി മീ എന്നവളോട് ചോദിക്കുന്നു. അവൾ കുറച്ചു നേരം ആലോചിക്കുന്നതൊക്കെയായിട്ട് അഭിനയിച്ചിട്ട് യെസ് പറയുന്നു. എന്നിട്ട് വിൻസെൻസോ ചായങ്ങിന് റിങ് ഇട്ട് കൊടുക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ ഹൈലൈറ്റ് ആണ് വരാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഡയറക്ടർ വിൻസെൻസോനോട് കിസ് കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ബാക്കിയുള്ള സ്റ്റാഫുകളെല്ലാം കിസ് കിസ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. വിൻസെൻസോന് ശരിക്കും നാണം വരുന്നുണ്ട്. കിസ് ഞാൻ പിന്നെ കൊടുത്താൽ പോരെന്ന് അവൻ ചോദിച്ചു. കിസ്സൊന്നും അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തു വെക്കാൻ പറ്റില്ല. എന്താ, നിങ്ങളവളെ ശരിക്കും സ്നേഹിക്കുന്നില്ലേ എന്ന് ഡയറക്ടർ ചോദിച്ചു. അതല്ല, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, എന്നാലും ഇവിടെ വെച്ച് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിൻസെൻസോ മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ചായൻ ചാടിക്കയറി വിൻസെൻസോന് കിസ് കൊടുക്കുന്നു. വിൻസെൻസോ ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടത് എന്നുള്ള അവസ്ഥയിൽ. പിന്നെ വിൻസെൻസോ തിരിച്ചവൾക്ക് കിസ് കൊടുക്കുന്നു. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കിസ് കൊടുക്കുന്നു. എന്നിട്ട് അവർ അത് എൻജോയ് ചെയ്യുന്നു. കിസ് കഴിഞ്ഞപ്പോൾ ചായങ് പറഞ്ഞു, ഇതൊരു മാജിക്കൽ നൈറ്റ് തന്നെയായിരുന്നു എന്ന്. ഈ രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന് വിൻസെൻസോയും പറഞ്ഞു. ഇത്രയും നല്ല ആംബിയൻസിലായിരുന്നല്ലോ ജോർജ് ശരിക്കും ജെസിക്കയെ പ്രപ്പോസ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അവരുള്ളത് നന്യാക് ടെമ്പിളിലാണ്. അവിടെ വെച്ചിട്ടാണ് ജോർജ് ജെസിക്കയെ പ്രപ്പോസ് ചെയ്യുന്നത്. കൂട്ടിന് ആ സന്യാസിമാരുണ്ട്. പക്ഷെ ജോർജും ജെസിക്കയും ഹാപ്പിയാണ്, ആ സന്യാസിമാരും ഹാപ്പിയാണ്. നമുക്കത് പോരെ? ഈ സമയത്ത് ആർട്ട് ഗാലറിക്ക് പുറത്ത് ഒരു കാരവനിൽ പിയാനോ വായിക്കുന്നവളും സിഇഒ പാർക്കും അവന്റെ അക്കൗണ്ടന്റും ഇരിപ്പുണ്ട്. അവര് ഹാക്ക് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ അവരാരും പരസ്പരം മിണ്ടുന്നില്ല. സിഇഒ പാർക്കിനാണെങ്കിൽ ആരോടും മിണ്ടാതിരുന്നിട്ട് എന്തോ പോലെ. നമ്മളൊരു ഗ്രൂപ്പല്ലേ, നമുക്ക് സംസാരിച്ചൂടെ എന്ന് സിഇഒ പാർക്ക് ചോദിക്കുന്നു. സിഇഒ പാർക്കിനോട് സംസാരിക്കാതെ പിയാനോ വായിക്കുന്നവളും അവൻ്റെ അക്കൗണ്ടന്റും പരസ്പരം സംസാരിക്കുന്നു. പക്ഷെ അവർ മുഖത്ത് നോക്കി കളിച്ചു ചിരിച്ചൊന്നല്ല സംസാരിക്കുന്നത്. കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയും, അതിൻ്റെ ആൻസറും സ്ട്രെയിറ്റ് ആയിട്ട് പറയും. അങ്ങനെ സിഇഒ പാർക്കിന് ഇത് കാണുമ്പോൾ രണ്ട് പ്രേതങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന പോലെ ഒരു ഫീലാണ് കിട്ടുന്നത്. ആർട്ട് ഗാലറിയുടെ ഡയറക്ടർ വിൻസെൻസോനും ചായങ്ങിനും ഓരോ പെയിന്റിംഗ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതിനൊരു അന്ത്യമില്ലെന്നാണ് വിൻസെൻസോയും ചായങ്ങും മനസ്സിൽ വിചാരിക്കുന്നത്. ഉടനെ ചായങ് ഒരു നമ്പർ ഇടുന്നു. അവൾക്ക് ഉറക്കം വരുന്ന പോലെ അവൾ അഭിനയിക്കുന്നു. ഇവിടെ നമ്മളെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് ചായങ് പറഞ്ഞു. ചിലപ്പോൾ നമ്മളെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പെയിന്റിംഗ് ഇവിടെ ഉണ്ടാകും. ഞാൻ കേട്ടല്ലോ ജാക്സൺ മാർട്ടിന്റെ നത്തിങ് എന്ന് പറയുന്ന ഒരു പെയിന്റിംഗ് ഇവിടെയുണ്ടെന്ന് എന്ന് വിൻസെൻസോ ആ ഡയറക്ടറിനോട് ചോദിച്ചു. അത് കേട്ടതും ആ ഡയറക്ടറിന്റെ മുഖം ഒന്ന് വാടിയിട്ട്, സോറി സാർ, അത് ഞങ്ങൾക്ക് എക്സിബിറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ വിൻസെൻസോയും ചായങ്ങും അടുത്ത നമ്പർ ഇടുന്നു. ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പെയിന്റിംഗ് വാങ്ങിക്കാമെന്നാണ്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഗാലറിയിൽ നിന്ന് പോയി പെയിന്റിംഗ് വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് വിൻസെൻസോയും ചായങ്ങും ഇറങ്ങുന്നു. ആ സൂത്രം വർക്കൗട്ടായി. ഉടനെ തന്നെ ആ ഡയറക്ടർ വിൻസെൻസോനെയും ചായങ്ങിനെ തിരിച്ചു വിളിച്ചിട്ട് തൻ്റെ റൂമിലോട്ട് കൊണ്ടുപോകുന്നു. ഗാലറിക്ക് പുറത്ത് സെക്യൂരിറ്റീസുമായിട്ട് വഴക്കുണ്ടാക്കുകയാണ് ലീച്ചോളിന്റെ ഭാര്യയും സ്നാക്സ് ബാറിലെ അമ്മയും. ലീച്ചോളിന്റെ ഭാര്യ വാദിക്കുന്നത് അവളുടെ ഒരു പെയിന്റിംഗ് കോപ്പി അടിച്ചാണ് ഇവിടെ ഒരു ആർട്ട് വച്ചിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഉടനെ തന്നെ ഡയറക്ടറിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വാശി പിടിക്കുന്നു. സ്നാക്സ് ബാറിലെ അമ്മ വഴക്കുണ്ടാക്കുന്നത് അവളുടെ ഒരു കാര്യം ഗാലറിയിൽ വെച്ച് മറന്നുപോയി എന്ന് പറഞ്ഞിട്ടാണ്. അതെടുക്കാൻ അവളെ അകത്തേക്ക് കയറ്റിവിടണമെന്ന് പറയുന്നു. പക്ഷെ സെക്യൂരിറ്റീസ് പറഞ്ഞു അവരെടുത്ത് തരാമെന്ന്. എന്നാലും സ്നാക്സ് ബാറിലെ അമ്മ അത് വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും സെക്യൂരിറ്റീസ് ആയിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ചായങ്ങും വിൻസെൻസോയും ഡയറക്ടറും ഇപ്പൊ ഡയറക്ടറിന്റെ റൂമിലാണ്. ഡയറക്ടറിന്റെ റൂമിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ചായങ് ഒരു ആർട്ട് പീസ് കാണുന്നു, വളരെ ഭംഗിയുള്ള ഒന്ന്. അത് കാണുമ്പോൾ തന്നെ അതായിരിക്കും നത്തിങ് എന്നും പറഞ്ഞുകൊണ്ട് ചായങ് അവിടെ നിന്ന് അതിനെ പുകഴ്ത്തി പറയുന്നു. കൂടെ വിൻസെൻസോയും ചേരുന്നു. എന്നാൽ അത് നത്തിങ് അല്ല, അത് ജസ്റ്റ് ഒരു ലാമ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഡയറക്ടർ ലൈറ്റ് ഇട്ട് കാണിക്കുന്നു. എന്നിട്ട് ആ ഡയറക്ടർ നത്തിങ് ആണെന്നും പറഞ്ഞിട്ട് ഒരു വൈറ്റ് പേപ്പർ, രണ്ട് കാൽപ്പാടുകളുള്ള ഒരു പടം കാണിച്ചു കൊടുക്കുന്നു. വിൻസെൻസോനും ചായങ്ങിനും അത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ചുമ്മാ അവരിങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരുന്നു.
അപ്പോഴേക്കും സെക്യൂരിറ്റീസ് ഡയറക്ടറിന്റെ റൂമിലോട്ട് കയറി ചെന്നിട്ട് 2 സ്ത്രീകൾ പുറത്ത് ബഹളമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറിനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. ഡയറക്ടർ പോയ ഉടനെ തന്നെ വിൻസെൻസോ ഡയറക്ടറിന്റെ സിസ്റ്റം ഓൺ ചെയ്തിട്ട് പിയാനോ വായിക്കുന്നവളെ വീഡിയോ കോൾ ചെയ്യുന്നു. ഫയൽസ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെൻഡ്രൈവും അവൻ സിസ്റ്റത്തിൽ കുത്തിവച്ചിട്ടുണ്ട്. പിയാനോ വായിക്കുന്നവൾ കാരവാനിൽ ഇരുന്നുകൊണ്ട് ആ സിസ്റ്റത്തിന്റെ പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ പാസ്വേഡ് അവർ കണ്ടെത്തി. സമയം പോകുന്തോറും വിൻസെൻസോയും ചായങ്ങും കാരവാനിൽ ഇരിക്കുന്നവരൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവല്ലതും റിയൽ ജെസിക്കയും ജോർജും അറിയുന്നുണ്ടോ? അവർ ഷെഫിന്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ഓരോ കൊറിയൻ ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ടർ പുറത്തു വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ലീച്ചോളിന്റെ ഭാര്യയും സ്നാക്സ് ബാറിലെ അമ്മയും നിലത്ത് കിടക്കുന്നതാണ്. അവർ ഡയറക്ടറിനോട് ഓരോന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോലീസ് എത്തുന്നു. പോലീസായി എത്തുന്നത് ലീച്ചോളും പിന്നെ CEO പാർക്കിന്റെ ഗ്യാങ് ഹെഡുമാണ്. പാസ്വേഡ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം അക്കൗണ്ടന്റിന്റെ ജോലിയാണ്. അവൾ ഇരുന്നിട്ട് ഓരോ ഫയൽസ് തപ്പിക്കൊണ്ടിരിക്കുന്നു. അവൾ ഏതൊക്കെ ഫയൽസാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിച്ച് അതെല്ലാം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡയറക്ടർ അവരെ എല്ലാവരെയും വിളിച്ച് അകത്തേക്ക് കയറ്റുന്നു. എന്നിട്ട് പെയിന്റിംഗ് കാണിച്ചിട്ട് ഏത് പെയിന്റിംഗ് ആണ് നിങ്ങളുടെ കോപ്പി അടിച്ച് ഞാൻ ഉപയോഗിച്ചതെന്ന് ചോദിക്കുന്നു. സ്നാക്സ് ബാറിലെ അമ്മയോട് നിങ്ങളുടെ എന്ത് സാധനം നിങ്ങൾ ഇവിടെ മറന്നു വെച്ചതെന്ന് ചോദിക്കുന്നു. സ്നാക്സ് ബാറിലെ അമ്മ നേരെ പോയിട്ട് മതിലിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന അവളുടെ ച്യൂയിംഗം എടുത്ത് ചവയ്ക്കുന്നു. ഇതാണ് ഞാനിവിടെ മറന്നു വെച്ചത് എന്നവൾ പറയുന്നു. എന്നിട്ട് ലീച്ചോളിന്റെ ഭാര്യ ആ പെയിന്റിങ്ങുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പെയിന്റിംഗ് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഡയറക്ടർ ഇതും അതും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞോട് തർക്കിക്കുന്നു. പക്ഷെ ലീച്ചോളിന്റെ ഭാര്യ വിട്ടുകൊടുക്കോ, ഇതിൽ ഞാൻ വരച്ചേക്കുന്ന വര കളർ എല്ലാം അതുപോലെ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കുന്നു. അപ്പോഴാണ് ഡയറക്ടറിന് എന്തോ ഡൗട്ട് അടിക്കുന്നത്. ഉടനെ അവൾ അവളുടെ ക്യാബിനിലേക്ക് പോകാൻ തീരുമാനിച്ചു. ക്യാബിനിൽ വിൻസെൻസോയും ചായങ്ങും കൂടെ ഇങ്ങനെ ഫയൽ എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി കുറച്ച് സെക്കൻഡും കൂടെ മതി അതൊന്ന് കംപ്ലീറ്റ് ആവാൻ. അപ്പോഴേക്കും ആ ഡയറക്ടർ നടന്നുകൊണ്ട് വരുന്ന ഒച്ച വിൻസെൻസോയും ചായങ്ങും കേൾക്കുന്നു. ഡയറക്ടർ ഡോർ തുറന്നു വരുമ്പോഴേക്കും ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി, പെൻഡ്രൈവ് ഊരി മാറ്റിക്കോളാൻ പിയാനോ വായിക്കുന്നവൾ പറയുന്നു. ഡയറക്ടർ നേരെ വിൻസെൻസോന്റെയും ചായങ്ങിന്റെയും അടുത്ത് വന്നിട്ട് നിങ്ങൾ കപ്പിൾസ് അല്ലാന്ന് എനിക്ക് മനസ്സിലായി, സത്യത്തിൽ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന പിയാനോ വായിക്കുന്നവൾ CEO പാർക്കിനോട് അവരെ കയ്യോടെ പിടിച്ചു എന്ന് പറയുന്നു. അപ്പോഴേക്കും ചായങ്ങും വിൻസെൻസോയും അടുത്ത നമ്പർ ഇടുന്നു. അവർ ഫോറിൻ ഇന്റലിജൻസ് സർവീസ് ഓഫ് ഇറ്റലിയിൽ നിന്ന് വന്ന ഏജന്റ്സ് ആണെന്ന് പറയുന്നു. നിങ്ങൾ ഇറ്റലിയിലേക്ക് കടത്തിയ പെയിന്റിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി വന്ന ഏജന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചായങ് അവന്റെ തോക്കെടുത്ത് കാണിക്കുന്നു. എന്നിട്ട് വിൻസെൻസോ അവന്റെ തോക്കെടുത്ത് റൂഫിലേക്ക് വെടിവെച്ച് കാണിക്കുന്നു. ഡയറക്ടറിനെ ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്യുകയാണ് വിൻസെൻസോയും ചായങ്ങും. നിങ്ങളുടെ ബയോഡേറ്റ് മൊത്തം ഫേക്ക് ആണല്ലോ എന്ന് ഞങ്ങൾക്ക് ഒരു ടിപ്പ് കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കൊറിയൻ ഏജന്റായ ആനിനെ വിളിച്ചു വരുത്തുന്നു. സത്യം പറ, നിങ്ങൾ എത്ര പെയിന്റിംഗ് ഇറ്റലിക്ക് കടത്തി എന്ന് ആൻ ചോദിച്ചു. വിൻസെൻസോ ഷൂട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ ഒരേ ഒരു പെയിന്റിംഗ് മാത്രമാണ് ഞങ്ങൾ കടത്തിയെന്ന് അവൾ പറയുന്നു. വിൻസെൻസോയും ടീമും പോകാൻ നേരത്ത് ആ പെയിന്റിംഗ് തിരിച്ചു തന്ന എല്ലാ പ്രശ്നം തീരില്ലേ എന്ന് ഡയറക്ടർ ചോദിച്ചു. അത് ആനിനെ ഏൽപ്പിച്ചോ, അവൻ നോക്കിക്കോളും എന്ന് ചായങ് പറഞ്ഞു. ഞങ്ങൾ വന്നതിന്റെ പ്രൂഫൊക്കെ CCTVയിൽ നിന്ന് വായിച്ചു കളഞ്ഞോളണം എന്ന് പറഞ്ഞുകൊണ്ട് ലീച്ചോൾ അവളെ ഭീഷണിപ്പെടുത്തുന്നു. ഇനി നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗ്യാങ് ഹെഡ് അവന്റെ ബിസിനസ് കാർഡ് എടുത്ത് ഡയറക്ടറിന് കൊടുക്കുന്നു. അവനവളെ വളയ്ക്കാൻ നോക്കണേണോ? നല്ല സ്റ്റൈലായിട്ട് സ്ലോ മോഷനിൽ വിൻസെൻസോയും ടീമും ഗാലറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഈ സമയത്ത് ഇറ്റലിയിൽ നിന്ന് 2 പേർ കൊറിയൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ ഒരാളെ വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ എത്തി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നു. ഗുങ്ക പ്ലാസയിൽ എത്തിയിട്ടും വിൻസെൻസോന്റെയും ചായങ്ങിന്റെയും ഉള്ളിൽ അവിടെ ആർട്ട് ഗാലറിയിൽ നടന്ന സംഭവങ്ങളൊക്കെയാണ്. വിൻസെൻസോ ചായങ്ങിനെ സ്വീറ്റി എന്ന് വിളിച്ചുകൊണ്ട് കളിയാക്കുമ്പോൾ ചായങ് തിരിച്ച് ഡാർലിംഗ് എന്ന് വിളിച്ച് വിൻസെൻസോനെ കളിയാക്കുന്നു. എന്നാൽ രണ്ടുപേർക്ക് സംസാരിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയുണ്ട്. ഇന്നത്തെ സക്സസ് നമുക്ക് റൂഫ് ടോപ്പിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് ചായങ്ങിനോട് വിൻസെൻസോ ചോദിക്കുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ വിൻസെൻസോന് തോന്നി. വിൻസെൻസോ ചായങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവളോട് പുറത്തുപോയി ബിയർ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്നു. പിന്നെ അവന് റൂഫ് ടോപ്പ് ക്ലീൻ ആക്കാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ ചായങ് പോയി വാങ്ങിച്ചോട്ട് വരാം എന്ന് പറയുന്നു. അങ്ങനെ വിൻസെൻസോ അവനെ ആക്രമിക്കാൻ വരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. ആ ഗുണ്ടകൾ വരുന്നതിന് മുന്നേ തന്നെ വിൻസെൻസോ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് തോക്കും പിടിച്ചുകൊണ്ട് 2 പേർ വരുന്നു. അതിൽ ഒരാളെ വിൻസെൻസോ അറ്റാക്ക് ചെയ്തിട്ട് അവനെ ഷൂട്ട് ചെയ്യുന്നത് പോലെ നിർത്തി മറ്റവന്റെ തോക്ക് താഴെയിടാൻ പറയുന്നു. നിങ്ങളെ പൗലോ അയച്ചതാണോ എന്ന് വിൻസെൻസോ ചോദിച്ചു. ചിലപ്പോ ആയിരിക്കും എന്നവർ പറയുമ്പോഴേക്കും വിൻസെൻസോന്റെ പുറകിൽ 3ാമതൊരാൾ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു.
വേറെ വഴിയില്ലാതെ വിൻസെൻസോ പിടിച്ചു വെച്ചിരിക്കുന്ന ആളെ വെറുതെ വിടുന്നു. അയാൾ എണീറ്റ് നിന്നിട്ട് വിൻസെൻസോന്റെ നെറ്റിയിലിട്ട് തോക്കുവെച്ച് അടിക്കുന്നു. അപ്പോൾ വിൻസെൻസോന്റെ നെറ്റി പൊട്ടി ചോര വരുന്നുണ്ട്. അങ്ങനെ 3 പേരുടെ ഗൺ പോയിന്റിൽ നിന്നുകൊണ്ട് നിസ്സഹായനായി വിൻസെൻസോ നോക്കുന്ന സീനിലാണ് എപ്പിസോഡ് 14 അവസാനിക്കുന്നത്.